ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് അയത്തുള്ള അലി ഖമനിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അൺകണ്ടീഷണൽ സറണ്ടർ. ഇറാന്റെ പരമോന്നതകാരി ഒരു ഉപാധിയും കൂടാതെ ട്രംപിന് മുമ്പിൽ കീഴടങ്ങൂ, അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങൂ, എന്നാൽ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറയാം. എന്ത് വിഡ്ഢിതമായിരുന്നു, എന്ത് ബാലിശമായിരുന്നു. എന്നിട്ട് ട്രംപിന് ഒടുവിൽ എന്താണ് ചെയ്യേണ്ടി വന്നത് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർക്കപ്പെടുമ്പോഴാണ് അമേരിക്കയ്ക്ക് ബോധോദയം ഉണ്ടായത്. ഇവിടെ എടുത്തു പറയേണ്ടത് വളരെ വ്യക്തമായി തന്നെ സമാധാനം കാക്ഷിക്കാൻ ഒരു സമ്മേളനം ഈജിപ്തിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ അറബ് രാജ്യങ്ങളും അതുപോലെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഒക്കെ വന്ന് കൃത്യമായി ഫലസ്തീനിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചതാണ്. അവരുടെ പതാകയും അവരുടെ പ്രത്യേകമായിട്ടുള്ള പരമാധികാരത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഹമാസാണ് ഭരിക്കുന്നത്, ഫലസ്തീനിലെ ഒരു സർക്കാരല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേൽ വീണ്ടും നിറയൊഴിക്കാൻ തുടങ്ങിയത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാവ സർക്കാർ വരണം. ഇസ്രായേലിൻ്റെ ഉപജാപകരായിട്ടുള്ള ആരെങ്കിലും വന്നാൽ അത്രയും നല്ലത്. അത് നടക്കുന്ന കാര്യമാണോ? ഹമാസ് ജീവിച്ചിരിക്കുമ്പോൾ, ഹമാസിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അത് ഒരു വലിയ കാട്ടുതീയായി പടരുമെന്ന് നന്നായി അറിയുന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. എത്രയൊക്കെ വംശഹത്യ നടത്തിയാൽ, എത്രയൊക്കെ കാട്ടുകുരുതി നടത്തിയാൽ, ഒരൊറ്റ ഒരുത്തൻ ഹമാസിൽ നട്ടലുറപ്പോടെ ചങ്കുറപ്പോടെ അവിടെ നിന്നാൽ മതി. ആ വ്യക്തി ആ ആശയത്തെ കൃത്യമായി 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിത്തിൻ ഇയേഴ്സ് അത് വീണ്ടും വീണ്ടും കരുത്ത് പ്രാപിക്കും. അതാണിപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒക്കെ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇസ്രയേലിലെ മൊസാദ് എന്ന ചാരസംഘടന പല കാര്യങ്ങളിലും സർക്കാരുമായി തെറ്റിപ്പിണങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇനി വരും ദിവസങ്ങളിൽ പല രീതിയിലുള്ള ദോഷവും പല രീതിയിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ പതനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർക്കിനി കീഴും കിഴക്കും നോക്കാനില്ല. അതുപോലെ തന്നെയാണ് യഹിയ സരി നയിക്കുന്ന ഹൂതി വിമതരും. അവർക്ക് ഏതൊക്കെ രീതിയിൽ ഇസ്രയേലിനെ ആക്രമിക്കാം, ഇസ്രയേലിലെ പല എയർപോർട്ടുകൾ ആക്രമിക്കാം, അതുപോലെ തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് സഹകരണം നടത്തുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വ്യക്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒരുമിച്ച് യോഗം ചേർന്നുകൊണ്ട് ഇറാനെ വളരെ വ്യക്തമായി അറിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇറാൻ ഭീകര രാഷ്ട്രമാണത്രേ. ഇറാനിലെ ആളുകളെ മുഴുവൻ വധിക്കാൻ വേണ്ടി ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്നു. ഫലസ്തീനോട് കളിച്ച പോലെ കളിക്കല്ലേ, ഇത് കളി വേറെയാണ്.